ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെടുങ്ങാട ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ മന്തിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മന്തിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിക്കാനായിട്ട് വയ്ക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് വേണം വേവിക്കാൻ. ഇതിൽ നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്നത് പോലെ വെള്ളം അളന്നൊഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ഊറ്റി മാറ്റാനുള്ളതാണ്. ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ്, സ്പൈസസുകളും ഇതെല്ലാം കൂടി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നമുക്ക് റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. റൈസ് വേവാറാകുമ്പോഴേക്കും നമുക്ക് മയോണൈസും തക്കാളി ചട്നിയും ഉണ്ടാക്കിയെടുക്കാം. തക്കാളി ചട്നിക്ക് ആവശ്യമായ തക്കാളിയും മല്ലിയിലയും മുളകും ചേർത്ത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനെന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് അല്പം പാലും കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുമായ ഉപ്പും കുറച്ച് പഞ്ചസാരയും 2 ഇതള് വെളുത്തുള്ളിയും ഇട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൈസ് എന്തായി നോക്കാം. അപ്പോൾ റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായി വേവേണ്ട ആവശ്യമില്ല, പകുതി വെന്താൽ മതി. നമുക്കിത് ഊറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്കിട്ട് ഫില്ല് ചെയ്യാം. ചിക്കനിലേക്ക് ഇടുമ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. റൈസെല്ലാം ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഒഴിച്ചതിന് ശേഷം 3-4 പച്ചമുളക് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് നന്നായി അടച്ച് ഒരു വിസിലിനായി നമുക്ക് കാത്തിരിക്കാം. ഒറ്റ വിസിൽ മാത്രമേ അടിക്കാവൂ. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്.